ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് അടയ്ക്കാൻ ഇനി 2 days അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് പോകാമെന്ന് വെച്ച് പോയതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കയറിയത് തുർക്കി പവലിയനിലാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ കയറിയത് കുറേ ആക്സസറീസും ഇങ്ങനത്തെ കുറേ ജ്വല്ലറീസൊക്കെ ഉള്ളൊരു ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബാംഗിൾസ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിതാ ഈ ഒരു ഐസ്ക്രീം വാങ്ങാനായിട്ട് മോനത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്നാൽ എപ്പോഴും കഴിക്കുന്നൊരു സാധനമാണ് കേട്ടോ. അതായത് ലുക്കേമത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ സിറപ്പായിരുന്നു കേട്ടോ ഇട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിതാ പോയിട്ടുണ്ടായിരുന്നത് ജപ്പാനാണെന്ന് തോന്നുന്നു കേട്ടോ. ജപ്പാനിലാണ്ട് ഈ ഒരു നൈറ്റി ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് നൈറ്റീസ്. അങ്ങനെ അതൊക്കെ നോക്കി, പക്ഷെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 2 100 dirhams അങ്ങനെ എന്തോ അങ്ങോട്ടാണ് വരുന്നത്. പക്ഷെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നാളുകൊണ്ട് കഴിക്കണമെന്ന് വെച്ചൊരു ഫുഡാണ് കേട്ടോ. അതാണ്ട് ഇത് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പം അത് ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ 2 സിറപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കൊറിയയിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊറിയയിൽ പോയതിൻ്റെ ഉദ്ദേശം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു ബബിൾ ടീ കുടിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഈ ടാരോ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.